ഒരു ഇഷ്യൂ വന്നപ്പം അപ്പാർട്ട് ഫ്രം മൈ കാസ്റ്റർ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ അതിനിവിടെ പബ്ലിക്കലി വന്ന് സോറി പറഞ്ഞ് നിർത്തിയതാണ്. വീണ്ടും അത് പിന്നെയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഫൈനൽ വാർണിംഗ് ആണ്. RSS7 ലൈനപ്പാണ് മെയിൻ ലൈനപ്പിനും അതുപോലെ ടിവിയുടെ മെയിൻ ലൈനപ്പിനും രണ്ടെണ്ണത്തിനുള്ള ഫൈനൽ വാർണിംഗ് ആണ്. ഇനി എന്തെങ്കിലും ഇതേപോലെ, അതായത് നമ്മുടെ ടൂർണമെന്റിന്റെ POV സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വന്ന് പ്ലേയേഴ്സിനെ ശിഖണ്ഡിയെന്നും മുണ്ടച്ചി മോനെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് എനിക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തായാലും ഈ ഒരു ടൂർണമെന്റിന് ഫ്യൂച്ചർ നല്ല കുറെ പ്ലേയേഴ്സിൽ കുറെ പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ഇതിന്റെ V2 V3 ഒക്കെ ഞങ്ങൾക്ക് നടത്തണം. സോ അതിന്റെ ഒരു നല്ല എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞങ്ങൾ എന്തായാലും കീപ്പ് ചെയ്യും. ഇനി ഏതവനാണേലും ഒന്നുകൂടെ എടുത്ത് പറയാം, ഏതവനാണെങ്കിലും ടൂർണമെന്റിന് പുറത്താണ്. അല്ലാതെ കുറച്ച് പേര് പക്കുവിന്റെ ലൈവിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ച് പറയണത് ഭയങ്കര തെറ്റാണ്. ഇൻവൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ പബ്ലിക് ഇൻവിറ്റേഷനാ. പബ്ലിക് ഇൻവിറ്റേഷൻ ആണ്. താല്പര്യമുള്ള എല്ലാ ടീമിനും വന്ന് കളിക്കാം. അല്ലാതെ ആരുടെയും വീട്ടിൽ കത്തഴിച്ച് കൊണ്ടുവന്നിട്ടില്ല ആരും. മനസ്സിലായോ? ആരും കത്തഴിച്ച് കൊണ്ടുവന്നിട്ടില്ല. എല്ലാവർക്കും ഒരേ നിയമം പാലിച്ച് കളിക്കാമെങ്കിൽ കളിച്ചാൽ മതി. അല്ലാത്തവൻ കളിക്കണ്ട. ഞാൻ കുറെ ദിവസമായിട്ട് പറയാം. അല്ല, ഇവിടെ കുറെ പേര് മറ്റേ സൗണ്ട് ബോർഡ് ഇടുന്നതിനും കമന്ററി പറയുന്നതിനും ഒക്കെ വേർതിരിവ്. കേസ് അങ്ങനെയാണ്. എനിക്ക് അപരാധം പറയാനാണെങ്കിൽ ഇവന്മാരൊക്കെ, ഞാൻ ഒരു കാസ്റ്ററിന് വെളിയിൽ നിന്നൊരു കാര്യം പറയാം. അപരാധം പറയാനാണെങ്കിൽ ഇന്നലെ വന്ന് ഈ RSS7 ഒക്കെ അപരാധിക്കുന്നതിനൊക്കെ കൂടുതൽ എനിക്ക് അപരാധിക്കാനുള്ളത് T47 പ്ലേയേഴ്സാണ്. അവരെയൊക്കെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ടൂർണമെന്റിൽ ഒരു പിക്ക് എടുക്കുമ്പോൾ പോലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറേ ഉള്ളൂ ഒരു കാസ്റ്റർ എന്നുള്ള രീതിയിൽ. അല്ലാതെ ഞാൻ ഒരുത്തനെയും ഒരു വേർതിരിവ് ഇവിടെ കാണിക്കുന്നില്ല. അപ്പം മര്യാദയ്ക്ക് കമന്റ് ഇടുവാണെങ്കിലും മര്യാദയ്ക്ക്. പിന്നെ നിന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്തിട്ട് ഒരു കുന്തവും കിട്ടാനില്ല. കുറെ ഞാൻ ഇങ്ങനെ നമ്മൾ ഈ സ്പോൺസർഷിപ്പിന്റെ ഒക്കെ കാര്യം പറയാമെങ്കിൽ ആടാ കയ്യിൽ നിന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാടാ. നിന്റെ അടുത്തുനിന്നൊക്കെ മേടിച്ചിട്ടുണ്ടോ? ആരുടെ അടുത്തൊന്നും മേടിച്ചിട്ടില്ല. സ്വന്തമായിട്ട് ഞാനായിട്ട് ചെയ്യുന്നതാ ഇത്. അപ്പം എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായോ? പറയാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ ചോദിച്ചാലും കണ്ടവന് വേണ്ടി 24 മണിക്കൂറും തമ്മിലടിക്കാൻ പോകണം. നിന്റെ എവിടെയാണ് 10 രൂപ എടുക്കാൻ ഉണ്ടാവും നിന്റെയിലൊക്കെ. അതാണ് നിന്റെയൊക്കെ വ്യത്യാസം. എല്ലാ ഉച്ചക്കത്തെ മറ്റേ ടൂർണമെന്റ് സ്പെക്കിൽ പോയിരുന്ന അടി, രാത്രിയിൽ ഇവിടെ വന്ന അടി, അടുത്ത് പാവ അഡ്മിന്റെ ലൈവിൽ പോയി അവന്റെ തള്ളക്കി വിളി. അവന്മാരൊക്കെ രാപ്പകലില്ലാതെ മറ്റേ ഇരുന്ന് അതിനകത്തിരുന്ന് ഇതാക്കിയിട്ടാണ് നിന്റെയൊക്കെ പ്ലേയേഴ്സിന് ഒരു ലാഗും ഇല്ലാതെ അതിനകത്ത് കളിക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു ബേസിക് ബോധം തലയിലോട്ട് പിടിച്ച് കയറ്റണം. മനസ്സിലായ? അപ്പൊ അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എഴുന്നേന്ന് കുറയ്ക്കാൻ. പിന്നെ ഞാനൊരു കാര്യം പറയാം. അൺഫോളോ ചെയ്യും, അൺസബ് ചെയ്യും, അല്ലെങ്കിൽ W ഇട്ടാൽ L ഇട്ടാൽ പേടിച്ച് തീരുമാനം മാറ്റുന്ന സ്ട്രീമേഴ്സിനെ കണ്ടു വളർന്നതിന്റെ പ്രശ്നമാണ് നിനക്കൊക്കെ. അതല്ല ഞാൻ. മനസ്സിലായ? അതെന്തായാലും ഞാൻ അങ്ങനല്ല. എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. അത് നീ അല്ല ഇനി നിന്റെയൊക്കെ തന്ത വന്ന് പറഞ്ഞാലും അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അഹങ്കാരമൊന്നുമല്ല. എൻ്റെ പണ്ട് തൊട്ടുള്ള ആറ്റിറ്റ്യൂഡും പണ്ട് തൊട്ടുള്ള ഇതും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ഇവിടെ വരെ വന്നതും. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് അങ്ങമാതിരി ഭീഷണികളൊന്നും ഇതാക്കരുത്. മനസ്സിലായോ? എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കമന്ററിയിൽ പറയും, ഞാൻ ഇതാക്കും. പിന്നെ മര്യാദയ്ക്ക് ഞാൻ RSS7 ലീഡറിനെയും കോ ലീഡറിനെയും മര്യാദയ്ക്ക് വിളിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിൽ